നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. വാളൂർ സ്വദേശി അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് തോട്ടിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ സ്വന്തം വീട്ടിൽ നിന്ന് തിരികെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് 26-കാരിയായ അനുവിനെ കാണാതാവുന്നത്. പിന്നീട് മുട്ടോളം വെള്ളമുള്ള തോട്ടിൽ അർദ്ധനഗ്നയായാണ് മൃതദേഹം കണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ് കുമാർ, ഈ യുവതിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം തോട്ടിൽ, അതായത് ഈ മുട്ടപ്പം മാത്രം വെള്ളമുള്ള ഒരു തോട്ടിൽ അർദ്ധനഗ്നയായി കാണുന്നു. പിന്നീട് കുടുംബം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തുന്നു. നിലവിൽ ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് അതല്ലെങ്കിൽ കണ്ടെത്തലിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമ, ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം ഈ മരണം കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ്. കാരണം ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഈ അനുവിന്റെ കുടുംബം തന്നെ പറഞ്ഞിരുന്നു, മുട്ടറ്റം വെള്ളത്തിലാണ് ഈ അനു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു പ്രായപൂർത്തിയായ സ്ത്രീയാണ്. അവർ ഈ മുട്ടറ്റം വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കാൻ പര്യാപ്തമായൊരു ഒഴുക്കോ ആഴവോ ഒന്നും ആ തോടിന് ആ ഭാഗത്തില്ല. അതുകൊണ്ട് തന്നെ അത്രയും വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നത് അവിശ്വസനീയമായി തന്നെയാണ് കുടുംബം പറയുന്നത്. ഈ കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം ഈ മരിച്ച ശേഷം അനുവിന്റെ മൃതദേഹത്തിൽ ആഭരണങ്ങൾ കാണുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അനു അണിഞ്ഞിരുന്ന മാലയുണ്ട്, സ്വർണ്ണമാല, ഒപ്പം പാദസരവുമുണ്ട്. ഈ രണ്ട് ആഭരണങ്ങളും ഈ മൃതശരീരത്തിൽ നിന്നും കാണാതായിരിക്കുന്നു എന്നതും ഇതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ മോഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമാണെന്ന സംശയമാണ് ശക്തമാക്കുന്നത്. കാരണം മറ്റ് ബലപ്രയോഗമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ശാരീരികമായി പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങളോ ഒന്നും മൃതശരീരത്തിൽ നടന്നിട്ടില്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. മുങ്ങിയാണ് മരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മരണകാരണം മുങ്ങൽ തന്നെയാണ് എന്ന ഒരു നിഗമനവും പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഏത് തരത്തിലാണ് ഈ മരണം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ ചിത്രത്തിലേക്ക് ഇപ്പോഴും എത്താൻ കഴിയുന്നില്ല. ഈ രണ്ട് സാഹചര്യങ്ങളും കണക്കിലെടുത്താൽ ഈ മുട്ടറ്റം വെള്ളത്തിൽ മരിച്ചു കിടക്കുന്ന നിലയിലെ മൃതദേഹവും ഏതാണ്ട് അർദ്ധനഗ്നയായ നിലയിലാണ് ആ മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത്. മറ്റൊന്ന്, ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷിക്കുന്നത്. ഇതിനകം ഒരാളെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ പോലീസിന് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു. കാരണം ഈ വീട്ടിൽ നിന്നും, സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ അനു വഴിയിൽ വെച്ച് ഒരു ഇരുചക്ര വാഹനത്തിൽ, ചുവന്ന ബൈക്കിൽ പോയ ഒരാളുടെ പുറകിൽ ലിഫ്റ്റ് വാങ്ങിയിരുന്നു എന്ന് ചില ആളുകൾ, നാട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലിഫ്റ്റ് നൽകിയ ആളാവുമോ ഈ മോഷണ ശ്രമം നടത്തുകയും അതിനുശേഷം ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് എന്നൊരു സംശയമുണ്ട്. എന്തായാലും ആ ബൈക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് നാട്ടുകാർ നൽകിയ വിവരമാണ്. ഈ സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് തിങ്കളാഴ്ച വരുന്ന വഴി ഈ യുവതി അനു ഒരു ലിഫ്റ്റ് ചോദിച്ചൊരു ബൈക്കിൽ കയറി എന്ന് സൂചനകൾ നൽകുന്നത് നാട്ടുകാരാണ്. ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന ആളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. അത് ആരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അയാളുടെ ലക്ഷ്യം മോഷണമായിരിക്കുമോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കുമോ? അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ സൂചനയിലേക്ക് പോലീസിലെത്താൻ കഴിയുന്നുണ്ടോ? പോലീസ് അക്കാര്യം ഇപ്പോൾ ആരാണ് അല്ലെങ്കിൽ ബൈക്കിൽ പോയാൾ എന്ത് കാര്യമാണ് എന്ന ഒരു കൃത്യമായ വിശദീകരണം ഇപ്പോഴും നൽകുന്നില്ല. ഇത് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു കാര്യം ഇതിൽ നിന്നും പ്രകടമാണ്. കാരണം ഈ അനുവിന് മുൻപരിചയമുള്ള, വലിയ അടുപ്പമില്ലെങ്കിൽ പോലും പരിചയമുള്ള ആളാവാം ഈ ബൈക്കുമായി എത്തിയത്, അല്ലെങ്കിൽ ഈ ബൈക്കിൽ ആ വഴി പോയിരുന്നത് എന്ന ഒരു കണക്കൂട്ടലുണ്ട്. കാരണം തീരെ പരിചിതമല്ലാത്ത ഒരാളോടൊപ്പം ഒരു നാട്ടിൻപുറത്ത് ഒരു വീട്ടമ്മ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ലെങ്കിൽ ലിഫ്റ്റ് ചോദിച്ചാൽ പോലും അപരിചിതരോട്, തികച്ചും അപരിചിതരായ ആളുകളോട് ഇത്തരത്തിൽ തന്നെ അവിടെ ഇറക്കുമോ അല്ലെങ്കിൽ തനിക്ക് വേഗം പോകേണ്ടതൊന്ന് എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ ബൈക്കിൽ കയറാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ നാട്ടുകാരനായ ആൾ അല്ലെങ്കിൽ ഈ അനുവിന് തന്നെ പരിചയമുള്ള ഒരാൾ എന്ന രീതിയിലേക്കാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത്. എന്തായാലും ലിഫ്റ്റ് വാങ്ങിപ്പോയത് കണ്ട ആൾക്കാരുള്ളത് കൊണ്ടും ഈ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കണക്കിലെടുത്തുമാണ് ഇതൊരു കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും കാല് തന്നെ വെള്ളത്തിൽ വഴുതി വീണുള്ള
മരണമെന്ന ഒരു സാധ്യതകൾ പൂർണ്ണമായും കുടുംബം തള്ളിക്കളയുന്നുണ്ടാവുന്നു. കാരണം മുട്ടിന് താഴെ വരെ മാത്രം ഉള്ള വെള്ളത്തിലേക്ക് വളരെ പെട്ടെന്ന് വീഴുകയും അവിടെ മുങ്ങി മരിക്കുകയും ചെയ്യാനുള്ള സാധ്യതകൾ വളരെ തുച്ഛമാണ് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച സമഗ്രമായ അന്വേഷണത്തിനുള്ള ആവശ്യം കുടുംബം ഇതിനകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഥലം MLA കൂടിയായ TP രാമകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പരാതി കുടുംബത്തിൻ്റെതായി നൽകിയിട്ടുണ്ട് എന്നും മനസ്സിലാവുന്നു. നിലവിൽ ഇതിനുശേഷമൊക്കെയാണ് ഈ പുതിയ കാര്യങ്ങളിലേക്ക് ഈ കേസിന്റെ ഒരു പുരോഗതി വന്നിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഈ ആഭരണങ്ങൾ എവിടെ പോയി എന്ന് കണ്ടെത്തേണ്ടതാണ് ആദ്യഘട്ടത്തിലെ ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. അല്ലെങ്കിൽ ഈ ആരാണ് ഈ ബൈക്കിലെത്തി ഈ അനുവിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയത് എന്നും കണ്ടെത്തേണ്ടതുണ്ട്. തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടിൽ നിന്നും അനു ഇറങ്ങിയത്. എന്നാൽ തീർച്ചയായും അനീഷ സൂചിപ്പിച്ചതുപോലെ ആരാണ് ബൈക്കിലെത്തിയത്, അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു, ഇതൊരു കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായി കാണണം. എന്തായാലും ഈ മരണത്തിൽ അനീഷിലേക്ക് ഉടൻ തിരികെ എത്താം. അനീഷ്, അതിനു മുൻപ് ഒരു പ്രതികരണം, ഈ യുവതിയുടെ അനുവിന്റെ ബന്ധുക്കളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. അവർ പറയുന്നത് ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ്. ആ വാക്കുകളിലേക്ക്. ഇവിടെ രാവിലെ വീട്ടിൽ നിന്ന് 9 മണിക്ക് ഭർത്താവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് MMC കാണിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ടൗണായ മുളിയിലേക്ക് പോയതാണ്. ഭർത്താവ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ 9 വരെ അനു എന്ന കുട്ടി ഒരു ഫോൺ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഭർത്താവ് പ്രജിനെയും കൂട്ടി കംപ്ലയിൻറ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം SI പോലീസുകാർ വീട്ടിൽ വന്ന് അന്വേഷണമൊക്കെ നടത്തി. പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ഇവിടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞത് ഇവിടെ ഒരു പെൺകുട്ടിയുടെ ജഡം കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. അന്നേരം ഞാനെല്ലാം ഓടി ചെന്ന് നോക്കുന്നേരം ശരീരഘടന കണ്ടപ്പോൾ എനിക്ക് അവളാണ് മനസ്സിലായി. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ബന്ധുക്കൾ ഈ മരണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന ഒരു ആരോപണമാണ്, സംശയമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഈ സംഭവം നടന്നിട്ട് ഈ യുവതിയുടെ അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ട്, തോട്ടിൽ മരിച്ച നിലയിൽ അനുവിനെ കണ്ടെത്തിയിട്ട് ഇപ്പോൾ 5 ദിവസമാകുന്നു. ഇതുവരെയും ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. ആരുടെ ബൈക്കിലാണ് എത്തിയത്? ഒരു CCTVകളൊന്നും ഇല്ലാത്ത സ്ഥലമാണോ? മാത്രമല്ല അത് ഏത് സമയത്താണ്, അതായത് പകലാണോ രാത്രിയായിരുന്നോ അനു സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയത്? 2 വീടുകളും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഈ സമയമൊന്നും അവിടെ മറ്റാളുകൾ ഉണ്ടായിരുന്നില്ല, വലിയ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണോ? ഒരുപക്ഷെ ഒരു ബലപ്രയോഗം, അവിടെ മോഷണമാണെങ്കിൽ, കവർച്ചയാണെങ്കിൽ അതിനിടയ്ക്ക് ഒരു ബലപ്രയോഗമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ദുരനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും പുറം ലോകം അറിയേണ്ടതല്ലേ? ടോമോ രാവിലെയാണ് സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് അനു യാത്ര പുറപ്പെട്ടത്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമാണ് ഈ 2 വീടുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിനിടയിലാവും ഈ ബൈക്കിൽ ലിഫ്റ്റ് വാങ്ങി കുറച്ച് ദൂരം മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷമാണ് ഈ തോട്ടിലേക്ക് വീണതെന്നും കരുതുന്നു. പക്ഷേ തോട്ടിൽ വീണത് എപ്പോഴാണ്? അതായത് ഈ രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട അപ്പോൾ തന്നെയാണോ, അല്ലെങ്കിൽ വൈകുന്നേരം ഈ അനുവിന് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നു കഴിഞ്ഞാണോ എന്തടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് കൂടുതൽ കാര്യങ്ങൾ വരുന്ന അന്വേഷണത്തിന് വരുന്ന സമയങ്ങളിൽ പറയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് ഈ തോട്ടിലേക്ക് സാധാരണഗതിയിൽ ആളുകൾ ഇറങ്ങുകയോ പോവുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ഈ തോട്ടിലേക്ക് വീണ് അല്ലെങ്കിൽ തോട്ടിൽ അപകടപ്പെടുത്തി ഇട്ടതാവാം എന്ന് കരുതാം. എന്തായാലും പിറ്റേ ദിവസമാണ് പുല്ലരിയാനുള്ള സ്ത്രീകൾ ഈ തോട്ടിൻ്റെ അടുത്തെത്തുകയും ആ സമയത്താണ് ഒരാൾ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം ആ തോട്ടിൽ കണ്ടെത്തുകയും ചെയ്ത്. ഇതിന് ശേഷം നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും ഇത് മരിച്ചത് അനു എന്ന് തന്നെ തിരിച്ചറിയുകയും ചെയ്തു. തലേന്നാൾ ഉച്ചയ്ക്ക് തന്നെ ബന്ധു പറഞ്ഞത് പ്രകാരം തലേന്നാൾ ഉച്ചയ്ക്ക് തന്നെ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്ത ശേഷം പോലീസും അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് പിറ്റേ ദിവസം തന്നെ മൃതദേഹം ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നും പുറപ്പെട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ അനു അപായപ്പെട്ടതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അനുവിനെ അപായപ്പെടുത്താനുള്ള മനഃപൂർവ്വമായ ശ്രമം ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ തോട്ടിൽ ആകസ്മികമായി വീണ് മരിച്ചതാണെങ്കിൽ ഒരുപക്ഷെ വീണ് മരിച്ച ശേഷം ഈ ആഭരണങ്ങൾ കവർന്ന് ആരെങ്കിലും കടന്നു കളഞ്ഞതാണോ എന്നടക്കമുള്ള നിരവധി വശങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. നിലവിൽ ഈ 2-3 കാര്യങ്ങളിലാണ് സംശയമുള്ളത്. ഒന്ന്, ഈ മുട്ടോളം വരുന്ന വെള്ളത്തിൽ എങ്ങനെ ഈ പ്രായപൂർത്തിയായ സ്ത്രീ മുങ്ങി മരിക്കും എന്നത് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, ഈ ശരീരത്തിലുള്ള മാലയും
പാസരം അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ എവിടെ പോയി എന്ന ഒരു ചോദ്യം ഉയരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ആ സമയത്തും പോലീസിനെ കുഴിക്കുന്നത് ഈ ഒരു ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ സ്ഥലത്തു നിന്നില്ല, ശരീരത്തിൽ അത്തരം ബലപ്രയോഗങ്ങളൊന്നും നടത്തിയതിന്റെ പാടുകളില്ല, മുങ്ങി മരിച്ചു എന്നതിന്റെ കൃത്യമായ ചിത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും നടന്നത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ ചിത്രം ഇനിയും ലഭ്യമല്ല. ഈ ചുവന്ന ബൈക്കിൽ വന്നയാളെ കണ്ടുപിടിക്കാനുള്ള ഒരു ഊർജിതമായ ശ്രമത്തിലേക്കാണ് പോലീസ് നീങ്ങിയിരിക്കുന്നത്. നാട്ടും പുറമായതുകൊണ്ട് തന്നെ ഈ പട്ടണങ്ങളിലൊക്കെ ഉള്ള പോലെ സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ നാട്ടിൻപുറമായതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ഈ ബൈക്കുകാരൻ പോയതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും അവിടെ നിന്നുള്ള പേരാമ്പ്രയിലോ അല്ലെ മറ്റേതെങ്കിലും ഇടത്തേക്ക് ഈ ചുവന്ന ബൈക്കുകാരൻ പോയാൽ അല്ലെങ്കിൽ ഈ ചുവന്ന ബൈക്കുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് ആ നാട്ടിൽ തന്നെ അന്വേഷണം നടത്താനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അന്വേഷണം ഇതിനകം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ പോലീസിന്റെ കൈവശമുള്ള ഒരു തെളിവിന്റെ കഷ്ണം എന്ന് പറയുന്നത് ഈ ചുവന്ന ബൈക്കിൽ ഈ യുവതി യാത്ര ചെയ്തു എന്നത് മാത്രമാണ് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ നടുക്കമുണ്ടാക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്ന് വന്നത്. പട്ടാപ്പകലാണ് ഒരു യുവതിയുടെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തിയത്. അർദ്ധനഗ്നയായിട്ടായിരുന്നു യുവതിയെ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. തൃശൂർ പേരാമംഗലത്ത് അച്ഛനും മക്കൾക്കും ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമമെന്ന ആരോപണം. അയ്യന്തോൾ സ്വദേശി സദാനന്ദൻ, മക്കളായ അലോക്, ആകാശ് എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. വില്ലയിലെ വൈദ്യുതി ഉപകരണം പ്രവർത്തിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. BJP പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിലാണ് ആക്രമണമെന്നാണ് പരാതി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ സംഭവം നടന്നിട്ട് ഈ അച്ഛനെയും മക്കളെയും ക്രൂരമായി ഒരു സംഘം മർദ്ദിച്ച്, അതായത് ആൾക്കൂട്ട ആക്രമണം ഉണ്ടായിട്ട് ഇപ്പം 3 ദിവസം പിന്നിടുകയാണ്. ഈ സംഭവത്തിലെ ദൃശ്യങ്ങൾ നമുക്ക് നിരവധി ആളുകൾ, അതായത് ഒരു ആൾക്കൂട്ട മർദ്ദനം കാണാം. പക്ഷേ കുറച്ചു പേർക്കെതിരെ മാത്രമാണ് പോലീസ് അവർക്കെതിരെ മാത്രം പ്രതി ഉയർത്തിയിരിക്കുന്നു. ഇവിടെ ആരെങ്കിലും രക്ഷിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടോ? അതല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ളൊരു നീക്കം ഉണ്ടാകുന്നുണ്ടോ? കഴിഞ്ഞ 13 രാത്രിയാണ് ഈ സംഭവം. ടോം സൂചിപ്പിച്ചു പോയ ബിൽഡേഴ്സാണ്. ഇവരുടെ വില്ലയിൽ, ഇവരുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച വില്ലയിലെ LCB ഓഫ് ആയതിനെ തുടർന്ന്, കറണ്ട് പോയതിനെ തുടർന്നാണ് ഈ BJPയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്ന് ബഹളം ഉണ്ടാക്കുകയും ഇവർ മനഃപൂർവ്വം കറണ്ട് കട്ട് ചെയ്തതാണെന്നുള്ള എന്നൊരു ആരോപണത്തിൽ ഇവരെ അതേ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ എത്തിയത്. നമുക്ക് CCTV വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ക്രൂരമായിട്ടാണ് അച്ഛനെയും മക്കളെയും ഇവരുടെ നേതൃത്വത്തിൽ, ടോം സൂചിപ്പിച്ചതുപോലെ ആൾക്കൂട്ട ആക്രമണമാണ്. എന്താണ് അച്ഛനും മക്കളും പറയുന്നത്? അവർ വളരെ സംയമനത്തോടെ തല്ല് കിട്ടിയിട്ടും വളരെ സംയമനത്തോടെ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അത് ഡ്രിപ്പായതാണ്, ഞങ്ങളൊന്നും ചെയ്തതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു വലിയ ക്രൂരമായ മർദ്ദനത്തിന്റെ സാഹചര്യത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുക തന്നെയായിരുന്നു. ആ ദൃശ്യം കണ്ടാൽ തന്നെ അറിയാം. അതായത് ഈ പ്രകോപിതരായി പെട്ടെന്ന് പ്രകോപനം കൊണ്ട് തല്ലുന്നതല്ല, അതായത് തല്ലാൻ തയ്യാറെടുത്ത് വന്ന ഒരു കൂട്ടം ആളുകളുടെ ചേഷ്ടകളാണ് നമുക്ക് ആ വിഷ്വൽസിലൂടെ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 13 രാത്രിയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് അങ്ങനെയാണ് നമ്മുടെ അറിവ്. പക്ഷേ ഇതുവരെയും അതിന് വേണ്ട നടപടികൾ ചെയ്യാനുള്ള ഒരു ഒരുക്കവും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പോലീസ് സ്റ്റേഷൻ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള, അതായത് ദൃശ്യങ്ങൾ വിഷ്വൽസ് പരിശോധിച്ച് വരികയാണ്, അതിലുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആർക്കെതിരെയും കർശന നടപടി എടുക്കുമെന്നൊക്കെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ BJPയുടെ പ്രാദേശിക നേതൃത്വത്തിലുള്ള ആളുകൾ, ദീപക്കാരാട്ട് അവിടുത്തെ മെമ്പറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് എത്ര സമയം വേണമെന്നുള്ള കാര്യം ചോദ്യചിഹ്നമാവുകയാണ്. കാരണം വിഷ്വൽസ് കണ്ട് അത്ര ക്ലിയർ അല്ലാത്ത, അതായത് അവ്യക്തമല്ലാത്ത വിഷ്വൽസ് ഒന്നും ആയിരുന്നില്ല നമുക്കുൾപ്പെടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ പരിചയമുള്ള ആളുകളെ കണ്ടാൽ മനസ്സിലാക്കാൻ പാകത്തിനുള്ള വിഷ്വൽസ് ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ പോലീസിന് എത്ര സമയം വേണം ഇത്തരം ഒരു കേസിൽ, പ്രത്യേകിച്ചും ഈ ആൾക്കൂട്ട ആക്രമണം പോലെയുള്ള ഇത്രയും ക്രൂരമായ കേസുകളിൽ, ഇത്രയും നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്ക്, പൊതുജനം നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്കുള്ള ഇത്തരം കൃത്യങ്ങളിൽ നടപടിയെടുക്കാൻ പോലീസിന് എത്ര സമയം വേണമെന്നുള്ളത് ചോദ്യചിഹ്നമാവുകയാണ് കേട്ടോ.
തീർച്ചയായും അവിടെയാണൊരു സംശയം തോന്നുന്നത് ആജ്ഞ. ഈ രീതിയിൽ വളരെ വ്യക്തമാണ്, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ആരൊക്കെയാണ് അക്രമികൾ, ആരൊക്കെയാണ് പ്രതികളെന്ന്. പക്ഷെ പോലീസ് ഏതാനും ചുരുക്കം ചില ആളുകൾക്കെതിരെ മാത്രം പ്രതി ചേർക്കുന്നു. BJPയുടെ ചില നേതാക്കളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. നമുക്ക് മനസ്സിലാക്കാം. കാരണം അല്പസമയം മുമ്പ് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴും ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അതിനുശേഷം കൃത്യമായി പരിശോധിച്ച ശേഷം നടപടിയെടുക്കാം, അവർക്കെതിരെ പ്രതി ചേർക്കാം എന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. വളരെ വ്യക്തമായി ഈ അക്രമികളുടെ ദൃശ്യങ്ങളെല്ലാം, അവരുടെ മുഖമെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, പോലീസിനും അറിയാം. അവിടെയാണ് നമുക്കും ഒരു സംശയം തോന്നുന്നത്. ആരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടോ ഈ പ്രതികളെ രക്ഷിക്കാൻ, യഥാർത്ഥ അക്രമികളെ രക്ഷിക്കാനുള്ള ഒരു സമ്മർദ്ദം പോലീസിന് മേലുണ്ടോ? ടോം, ഇപ്പോൾ നമുക്ക് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ചിട്ട് ഈ ദൃശ്യങ്ങളിൽ കണ്ടത് ഇവരെയൊക്കെയാണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്ത അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ കൈപ്പറമ്പ് പഞ്ചായത്ത് മെമ്പർ ദീപക് കാരാട്ട്, അതുപോലെ മുൻ പഞ്ചായത്ത് മെമ്പർ PP വേണു, BJPയുടെ മണ്ഡലം പ്രസിഡന്റ് വിനയ് കുമാർ, BJP നേതാവ് രതീഷ് രാമചന്ദ്രൻ, കൈപ്പറമ്പ് BJP നേതാവ് സലൂഷ് തുടങ്ങിയ ആളുകളെ ഈ അച്ഛനും മക്കളും, അതായത് സദാനന്ദനും ആലോക്കും ആകാശും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇത് പ്രാദേശിക നേതൃത്വത്തിലുള്ള ആളുകളാണ്. ഒരു പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ മുൻ പഞ്ചായത്ത് മെമ്പറെയോ ഒക്കെ തിരിച്ചറിയാൻ പോലീസിന് എത്ര നേരം വേണമെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അക്രമോത്സുകമായ ഒരു അന്തരീക്ഷം BJP നേതാക്കൾ ഉണ്ടാക്കുന്നത് BJPയുടെ തന്നെ നേതൃത്വത്തെ, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ സാരമായി ബാധിക്കില്ലേ എന്നുള്ള ഒരു ചോദ്യം ബാക്കി ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ അത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം തൃശ്ശൂർ BJPയെ സംബന്ധിച്ചിട്ട് പ്രതീക്ഷയുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ BJP നേതാക്കളുടെ ഈ കൊള്ളരുതായ്മകൾ ബാധിക്കുമോ എന്നൊരു ഭയം ഒരു പക്ഷേ നേതൃത്വത്തിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഇടപെടൽ ഉണ്ടായേക്കാം എന്നാണ് കരുതുന്നത്. എന്നിരുന്നാലും ഒരു കേസിൽ, ഒരു സാധാരണ കേസല്ല ഇത് പോലീസ് എത്രയും പെട്ടെന്ന് ഇടപെടേണ്ട ഒരു കേസാണ്. നിയമം കയ്യിലെടുക്കുന്ന കേസാണ്. കൂടെ ഒരച്ഛനെയും മക്കളെയും അതിക്രൂരമായി തല്ലിച്ചതച്ച കേസാണ്. അവരുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഈ അച്ഛന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, മക്കളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു ഉന്തോ തള്ളോ അല്ലെങ്കിൽ പിടിച്ചു തള്ളോ പോലത്തെയുള്ള വെറുതെ ഒരു ചെറിയൊരു ആക്രമണത്തിലോ ഒരു കലാപത്തിലേക്കോ വെറുതെ ഒരു സംഘർഷ ഇതിലേക്ക് എന്താ പറയാ ചെറിയ ഒരു തരത്തിലുള്ള നമുക്ക് അറിയേണ്ടത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നു. പോലീസ് പറയുന്നത് പോലെ ഇനി പോലീസിന് പ്രതികളെ മനസ്സിലാകുന്നില്ലെങ്കിൽ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്ന പേരുകളല്ല, ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ പേരുൾപ്പെടെ പരാമർശിച്ചു. ഇനി ആരൊക്കെയാണെന്ന് പോലീസിന് മനസ്സിലാകണമെങ്കിൽ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആജ്ഞ രവീന്ദ്രനിലേക്ക് വീണ്ടും. ആജ്ഞ, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കാരണം ഒരു 20-ലധികം ആളുകളുണ്ട്, സംഘടിച്ചെത്തുന്നു. ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിട്ട് നമ്മളിതിനെ കാണണോ? കാരണം ഒരിക്കലും ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കാനുള്ള സാധ്യതയില്ല. അവരുടെ ഈ അക്രമികളുടെ കയ്യിൽ, ആൾക്കൂട്ട ആക്രമണത്തിനെത്തിയ ആളുകളുടെ കയ്യിൽ വടികളുണ്ട്. ആ രീതിയിൽ മർദ്ദിക്കാൻ വേണ്ടി ബോധപൂർവം അതിൽ കൃത്യമായ ആസൂത്രണം നടത്തിക്കൊണ്ടെത്തിയതായിരുന്നു അവർ. ടോം, ഇതിലൊരു BJP നേതാവിനെതിരെ നേരത്തെ തന്നെ ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ സംരംഭം തകർക്കുമെന്നുള്ള തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നുവെന്ന് ആകാശും ആലോക്കും നമുക്ക് തന്ന വോയിസ് ഓവറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ റിയാക്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അതനുസരിച്ചിട്ട് ഇത് കരുതിക്കുട്ടിയുള്ള ആക്രമണം തന്നെയാണെന്നാണ് കരുതുന്നത്. ഒരു ELCB ഡ്രിപ്പായതിനെ തുടർന്ന് കറണ്ട് പോവുകയും അതിനെന്താണ് പ്രശ്നപരിഹാരം, വില്ലയിൽ കറണ്ടില്ല, ശരി, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നെങ്കിൽ അതിനെന്താണ് പ്രശ്നപരിഹാരമെന്ന് കാണാതെ നേരെ ഈ ബിൽഡേഴ്സിനെ
വീട്ടിൽ വന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ അല്ല മുൻ കരുതിക്കൂട്ടിയുള്ള മുൻപേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണമാണ് എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ. അല്ലെങ്കിൽ തന്നെ ഈ കേസിൽ നോക്കിയാലൊക്കെ തന്നെ ഈ BJP നേതാവുമായിട്ടാണ് ഇവർക്കൊരു പേഴ്സണൽ റിഫ്റ്റ് ഉള്ളത്. അത് ഇത്തരത്തിൽ ഈ വ്യക്തിവൈരാഗ്യം എങ്ങനെ BJPയിലെ പ്രാദേശിക നേതാക്കൾ ഏറ്റെടുക്കുന്നു, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ, അതായത് BJPയിൽ തന്നെ അംഗത്വമുള്ളതോ പ്രവർത്തകരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഈ ബിൽഡേഴ്സിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു, അല്ലെ അവരുടെ സ്ഥാപനത്തിലെത്തുന്നു, അവരെ കാരണമില്ലാതെ തല്ലിച്ചതയ്ക്കുന്നു. നമുക്ക് തന്നെ ഞാൻ പറഞ്ഞു, നേരത്തെയും സൂചിപ്പിച്ചതാണ്, ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ അച്ഛനും മക്കളും പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒരു എക്സ്ട്രീം വരെ അവർ ശ്രമിക്കുന്നുണ്ട്. അത്രയും അധികം സംയമനം പാലിച്ചുകൊണ്ട് അവർ ഇത് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ പിടിച്ചു തള്ളുന്നുണ്ട്, മുഖത്തടിക്കുന്നുണ്ട്, തട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിശ്വസിച്ച് കാണാം. ഇതിനകത്തും അവർ ആ സംയമനം കൈവിടാതെ എന്താണ് സംഭവിച്ചത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യവും സാഹചര്യവും ഇല്ലാത്തതുപോലെയാണ് ഈ വന്നിട്ടുള്ള ആക്രമണകാരികളായ ആളുകൾ അവിടെ കാട്ടിക്കൂട്ടിയത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു കാട്ടിക്കൂട്ടിയുള്ള ആക്രമണമാണ് എന്ന് വേണം കരുതാൻ. ഇതൊരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴുള്ള സാഹചര്യത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ഭയം കൊണ്ട് ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിന് കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഇപ്പോഴുള്ളത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ ആൾക്കൂട്ടാക്രമണത്തിൽ അച്ഛനെയും മക്കളെയും ക്രൂരമായി തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസ് ഇപ്പോഴും ചില പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ വിശദീകരണം, ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. പ്രതികൾ ആരാണെന്ന് കണ്ടെത്തിയ ശേഷം അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് ഇടുക്കി കട്ടപ്പനയിലേക്കാണ്. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കൊലപാതക വിവരം പുറത്തു വന്ന ദിവസങ്ങളായിട്ടും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മുഖ്യപ്രതി നിതീഷിന്റെ പോലീസ് 2 തവണ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഈ കുഞ്ഞിന്റെ മൃതദേഹം എവിടെയാണെന്ന് സംബന്ധിച്ചുള്ള യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഈ നിതീഷിന്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. നിതീഷ് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞിന്റെ മൃതദേഹത്തിനായി തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ആ തിരച്ചിലെല്ലാം ഫലം കണ്ടില്ല. മാത്രമല്ല, നിതീഷിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, നിതീഷ് മാത്രമല്ല കേസിലെ പ്രതി. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിലെ ഈ വിഷ്ണു പ്രതിയാണ്. വിജയന്റെ കൊലപാതകത്തിൽ വിജയന്റെ ഭാര്യ സുമയും വിഷ്ണുവും നിതീഷും പ്രതികളാണ്. പക്ഷെ ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട നിതീഷിനെ മാത്രം ചോദ്യം ചെയ്യാനാണ് പോലീസ് തയ്യാറായിരിക്കുന്നത്. വിഷ്ണുവിനെയും സുമയെയും ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇതൊരു വ്യക്തമായ വിവരം ഇപ്പോഴും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടും മറ്റ് പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലീസ് ഇതുവരെയും തയ്യാറാകാത്തത്? കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചു. മുഖ്യപ്രതിയായ നിതീഷ് ചൂണ്ടിക്കാട്ടിയിരുന്ന സ്ഥലത്തു നിന്ന് തന്നെ വിജയന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചു. എന്നാൽ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തെളിവുകളും ഇതുവരെയും ശേഖരിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കട്ടപ്പന സാഗര ജംഗ്ഷനിൽ മുമ്പ് ഈ കുടുംബം താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് നിതീഷ് പോലീസിന് മൊഴി നൽകിയിരുന്നത്. അതേ തുടർന്ന് അവിടെ 2 ദിവസങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും അവശേഷങ്ങൾ ശേഖരിക്കാൻ സാധിച്ചില്ല. പിന്നീട് നിതീഷ് മൊഴി മാറ്റിപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ മൃതദേഹം ഇവിടെ നിന്ന് വിജയൻ, അതായത് പിന്നീട് കൊല്ലപ്പെട്ട വിജയൻ ഇവിടെ നിന്ന് മൃതദേഹം എടുക്കുകയും അത് കത്തിച്ചു കളയുകയും ഇതിനുശേഷം ഇടുക്കി ജലാശയത്തിൽ ഒഴുക്കി കളയുകയും ചെയ്യുന്നതടക്കം മൊഴിമാറ്റം ഇയാൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റു പ്രതികൾ, അതായത് ഈ കേസിലെ മറ്റു പ്രതികൾ വിജയനും കൊല്ലപ്പെട്ട വിജയൻ കുഞ്ഞിനെ കൊലപാതകത്തിൽ പ്രതിയാണ്. അയാൾ അതല്ലാതെ മറ്റു പ്രതികളായ വിഷ്ണുവിനും സുമയ്ക്കും ഈ കേസിലും കുഞ്ഞിന്റെ മരണത്തിലും കൃത്യമായ പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇവരെയും കൂടി ഒരുമിച്ച് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തത വരൂ എന്നതാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും വിഷ്ണു വിജയനെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചില്ല. കാരണം മറ്റ് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ അറസ്റ്റാക്കുകയും ഇപ്പോൾ പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അതായത് അന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇയാൾ പിടികൂടപ്പെടുന്നത്. അന്ന് അയാൾക്ക് മർദ്ദനമേറ്റിരുന്നു, അതോടൊപ്പം വലിയ തോതിലുള്ള പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക്
ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്നാണ് ഇയാളെ പിന്നീട് പീരുമേൽ സബ് ജയിലിലേക്ക് വീണ്ടും കൊണ്ടുപോയത്. എന്നാൽ സബ് ജയിലിൽ നിന്ന് വീണ്ടും പീരുമേലിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ഇയാൾ ചികിത്സയിൽ തുടരുകയാണ്. ഒപ്പം സുമയും സഹോദരിയും മാസങ്ങളോളം വീട്ടിൽ ഒറ്റപ്പെട്ട നിലയിൽ കാണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ പോലീസ് എത്തിയപ്പോഴാണ് ഇവിടെ 2 സ്ത്രീകൾ താമസിക്കുന്ന ഒരു കാര്യം തന്നെ പുറംലോകം തന്നെ അറിയുന്നു. അവരുടെ ഒരു മാനസികാവസ്ഥ സംബന്ധിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പക്ഷേ ഈ കഴിഞ്ഞ 2 തവണ ചോദ്യം ചെയ്തിട്ടും മുഖ്യപ്രതി നിതീഷിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഒരുങ്ങുന്നു. ഈ മുഖ്യപ്രതി നിതീഷിനെ കൂടുതൽ വീണ്ടും ചോദ്യം ചെയ്താൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും എവിടെയാണ് മൃതദേഹം ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ കുഴിച്ചു മൂടിയത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരം ലഭിക്കുമെന്ന് ഇനിയും പോലീസിന് ഒരു പ്രതീക്ഷയുണ്ടോ? ടോം, ഈ മൂവരും ഒരുമിച്ചിരുന്നുള്ള ഒരു ചോദ്യം ചെയ്യലിലൂടെ മാത്രം അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് പോലീസിന്. എന്തായാലും നിതീഷിന്റെ നിലവിലുള്ള മൊഴിമാറ്റം നൽകുന്ന സൂചനകൾ ഇയാൾ കൃത്യമായും ഈ കേസ് കൊല്ലപ്പെട്ട വിജയൻ മാത്രമാണ് എന്ന രീതിയിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അല്ലെങ്കിൽ ആ തരത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കാതെ പോലീസ് ഈ കേസിൽ എന്ത് ചെയ്യും എന്നുള്ളതിലേക്കുള്ള ആശങ്ക കൂടിയുണ്ട്. കാരണം യാതൊരുവിധ തെളിവുകളും ഇതുവരെയും സ്വീകരിക്കാൻ സാധിച്ചില്ല. കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള പരിശോധനകൾ എന്നുള്ളതിനപ്പുറം മറ്റ് ശാസ്ത്രീയ തെളിവുകളൊന്നും ഇവിടെ ശേഖരിക്കാൻ സാധിച്ചില്ല. കൃത്യമായും 2014 ഈ കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ പോലും മറവ് ചെയ്തിരുന്ന പ്രദേശത്ത് നിന്ന് കുട്ടിയുടെ മൃതദേഹം ഇവിടെ മറവ് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവ് ഇവിടെ ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. അതുമല്ല, പിന്നീട് മൊഴി മാറ്റുകയും വിജയൻ ഇവിടുന്ന് മൃതദേഹം കൊണ്ടുപോവുകയുമാണെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. 2 തവണ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി. ഇന്ന് വീണ്ടും കസ്റ്റഡി കാലാവധി അവസാനിപ്പിക്കുന്നു. 3ാമത് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെങ്കിൽ പോലും നിതീഷിന്റെ മൊഴി എത്രമാത്രം ഇനി ഈ കേസിനെ സഹായിക്കും എന്നത് സംശയമാണ്. കൂടുതൽ മറ്റു പ്രതികളിലേക്ക് എത്തിയില്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ കേസിൽ മുൻപോട്ട് പോകുന്നതിനോ പോലും സാധിക്കില്ല. കൃത്യമായും ഈ കേസിൽ ഇതുവരെയും കുട്ടിയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ എവിടെയാണ് ഇത് മറവ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള വ്യക്തത കൈവരാത്തത് വലിയ ബുദ്ധിമുട്ട് പോലീസ് സൃഷ്ടിക്കുന്നുണ്ട്. കേട്ടോ, വ്യക്തമാണ്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഈ സംഭവം നടന്നത് അല്ലെങ്കിൽ ഈ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന്റെ കുഞ്ഞിന്റെ മൃതദേഹം എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യം മുഖ്യപ്രതി നിതീഷിന്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ്. പക്ഷേ മറ്റു പ്രതികളെയും കൂട്ടുപ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുമെന്ന കൂടുതൽ വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പൊൻകതിർ പുട്ട് സോഫ്റ്റ്